ഇവിടെയായിരിക്കുന്ന ശുശ്രൂഷകന്മാർ, വൃത്തിയായി കിടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസ്, ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗപ്പെടുന്നവനായ യേശു വന്ദനം ചൊല്ലുന്നു. എന്റെ പേര് വിജോ മാത്യു എന്നാണ്. എന്റെ വീട് കോഴഞ്ചേരിക്കടുത്ത് നാരങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാനിപ്പോൾ അസംബ്ലി സോഫിനുള്ള ബന്ധത്തിൽ ആലുവ സ്റ്റേഷന്റെ അടുത്ത്, എയർപോർട്ടിന്റെ അടുത്ത് റുത്തബലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന് മഹത്വമുള്ള വേലയുള്ള കുടുംബമായിരിക്കുന്നു. ഈ ദേശത്ത് ചില മാസങ്ങൾക്ക് മുമ്പ് അബുദാബി മുസ്തഫയുടെ ബ്രദർ മുഖാന്തരയുടെ കടന്നു വരുവാൻ പ്രിയ ദൈവസഭയിൽ ഇന്ന് വകുപ്പ് ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നമ്മുടെ മുമ്പിൽ സമയങ്ങളുണ്ട് വേഗത്തിൽ ഒരു വചനം ശ്രദ്ധിച്ച വേഗത്തിൽ ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 21-ാം കണ്ണുകളുടെ എല്ലാവരും നാവുകളെ ചലിപ്പിച്ച് ദൈവത്തോട് വെള്ളിയാഴ്ച ഞാൻ കൂടി വരുന്നതുപോലെ ഒരാഴ്ചയാണ് വലിയൊരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് തന്നെ സഭയെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തോട് സംസാരിക്കേണ്ടതിന് എല്ലാ ദൈവമക്കളും അല്പസമയം നാവുകൾ ചലിപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ദൂതല്ല എനിക്ക് ആവശ്യം. ദൈവവചനത്തിന്റെ പത്യോപദേശം വിളിച്ചു പറയുന്നതിന്റെ കുറവുകൾ ദൈവാത്മാവിന്റെ വചനത്താൽ ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണമേ എന്നത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി. എന്റെ കുറവിന് ദൈവാത്മാവ് വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തരുമ്പോ അതിന്റെ മുകളിൽ ഞാൻ നിരപ്പ് പ്രാപിക്കുമ്പോ ഒരു ദൈവിക വിടുതൽ സെക്കൻഡിലങ്ങനെ വ്യാപരിക്കപ്പെടുവാൻ പോകുകയാണ്. ആ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഈ വചനത്തിന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ആത്മാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ ജനത്തെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിക്കപ്പെടുവാനിടയായിട്ടുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അധീന സമാധാനത്തോടെ വിട്ടയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗമൊക്കെ എന്നെക്കാട്ടിലും വളരെ അറിവും പ്രാഗൽഭ്യമുള്ളവരാണെന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. എങ്കിൽ തന്നെയും ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഒരു ദൈവിക വാഗ്ദത്തത്തിന്റെ മറുപടി എന്ന് വേണം. ദൈവഭക്തനായിരിക്കുന്ന ശിമയോൻ എന്ന് പറയുന്ന ഒരു ദൈവിക അഭിഷക്തൻ പറയുന്ന വാക്കാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കുറിവാക്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന്റെ ആത്മാവിന് ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, ദൈവ വചനത്തിൽ നിന്ന് പറയപ്പെട്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ പ്രൈസ് ദി ലോർഡ് ഈ പകൽ എന്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കണം, വാഗ്ദത്തങ്ങൾ 2 തരമുണ്ട്. ഒന്ന് ദൈവവചനത്തിനുള്ള വാഗ്ദത്തവും, 2 വചനത്തിന് പുറത്തുള്ള വാഗ്ദത്തവും. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് കൂടുതൽ പിടുത്തവും വചനത്തിന് പുറത്തുള്ള വാഗ്ദത്തമായി. എന്താ വാഗ്ദത്തം? എന്റെ വാലിന്റെ തലയായിട്ട് നാളിനെ എവിടെ വിടും? അമേരിക്കയെ വിടുമെന്നുള്ളൊക്കെയുള്ള വാഗ്ദത്തങ്ങളെ നമുക്ക് പിടി. പക്ഷെ ദൈവ വചനത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും എത്ര തിരമാലകൾ നിന്റെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ കടന്നു കയറിയാലും നിന്റെ തകർത്ത് കളയാൻ കഴിയത്തില്ലെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമൊക്കെ അറിയണം. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ അന്ത്യത്തോളം എനിക്ക് നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ വേദഭാഗത്തിലേക്ക് ദൈവജനത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ ക്ഷണിക്കുകയാണ്. അതിന്റെ 25 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു വന്നെങ്കിലേ നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ പശ്ചാത്തലം, അതിന്റെ സന്ദർഭം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വേദപണ്ഡിതന്മാർ പറയുന്നു, ശിമയോൻ എന്ന് പറയുന്ന ഒരു ആത്മീയ ഭക്തൻ എന്ന് പറയുന്നു, അവനൊരു പുരോഹിതനാണെന്ന് പറയുന്നു. എന്നാൽ തന്നെയും വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ദൈവവചനം പറയുന്നു, അവൻ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഇരിക്കുന്നവനായിരുന്നു? ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അവൻ ഞാൻ ചരിത്രം ഇതിനു മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശിമയോൻ എന്ന് പറയുന്ന ഈ ആത്മീയ മനുഷ്യൻ ഈ ദേവാലയത്തിന്റെ ഉള്ളറയിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം വായിപ്പാനിടയായി തീർന്നു.
അവൻ ന്യായപ്രമാണം വായിക്കപ്പെടുവാനിടയായി തീർന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ കൂടെ ഇങ്ങനെ ചില പ്രവചനത്തിന്റെ സൂക്ഷ്മങ്ങൾ അവന് വായിക്കപ്പെടുവാനിടയായി തീർന്നു. സ്ത്രീയുടെ സന്തതിയെ ഒരുവൻ ജനിക്കപ്പെടും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അവൻ എന്നിങ്ങനെയുള്ള ചില പ്രവചനത്തിന്റെ സൂക്ഷ്മങ്ങൾ അവൻ ശിമിയോൻ എന്ന് പറയുന്ന ദൈവവചനം വായിക്കപ്പെടുവാനിടയായി തീർന്നപ്പോൾ നമ്മുടെ കൂട്ട് തന്നെ ഒരു സംശയം ദൈവദൂത് കേട്ടപ്പോൾ തന്നെ അവനുണ്ടായി. പ്രൈസലോ, എന്താ ഉണ്ടായത്? ഈ വാഴ്ത്തത്വം ഞാൻ കാണുമോ എന്ന്. പ്രൈസലോ, എന്നാൽ ഓൺ ദ സ്പോട്ടിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വാഴ്ത്തത്വം കാണാതെ എന്ത് ചെയ്യത്തില്ല, മരണം നിന്നെ തൊടുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ തലമുറയോട് പറയപ്പെട്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തോട് പറയപ്പെട്ടിരിക്കുന്ന, നിന്റെ വികസന സ്ഥലത്തോട് പറയപ്പെട്ടിരിക്കുന്ന, ദൈവത്തിന്റെ ആത്മീയ ശുശ്രൂഷയോട് പറയപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ദൂതകൾ കാണാതെ ഈ ലോകത്തിന്റെ തലങ്ങൾ, ലോകത്തിന്റെ ശക്തികൾ നിന്നെ തൊടുകയില്ലെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാർത്ഥതയോട് കൂടെ ഇങ്ങനെ പകൽക്കാലം ദൈവത്തെ നാടുകൾ തലപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കപ്പെടാനിടയായി. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിൽ 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്തിനാ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ തടയാതിരിക്കാൻ ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ചവരെ ചെയ്യണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട വാഗ്ദത്തം ഇതുവരെ നിറവേറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നിന്റെ കുറവ് കാരണം, പലപ്പോഴും നിന്റെ പ്രാർത്ഥന കുറവ് കാരണം, പലപ്പോഴും ഉപവാസ കുറവ് കാരണം, പലപ്പോഴും ദൈവത്തോട് അടുക്കാതിരിക്കുന്നത് കുറവ് കാരണം ആ മറുപടി പലപ്പോഴും എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ജനത്തോട് പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം എന്നിൽ നിന്ന് കേട്ട, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ട, എന്നിൽ നിന്ന് അനുഭവിച്ച ആ ദൈവകൃപ, ആ ദൈവിക വാഴ്ത്തങ്ങൾ അവൻ പ്രാപിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ അവൻ ഹല്ലേലൂയ ശക്തമായി പോരാടുമ്പോൾ ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതൽ തിരിച്ചറിയണം, ദൈവം എന്നോട് പറയപ്പെട്ടത്. എന്റെ കർത്താവിനോട് പറയപ്പെട്ടത് ഈ ഉപവാസം കഴിഞ്ഞിരുന്നോ എനിക്കത് ലഭിക്കപ്പെടാൻ വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പറയുന്ന പ്രധാന കാരണം 30 ദൈവങ്ങളും 64 ഋഷീശന്മാരും 86 അസുരഗണങ്ങളും കൊടാനുകൊടി ഭൂതപ്രേത പിശാചുക്കളുമുള്ള പാപത്തിന്റെ രക്തക്കറ വീണപ്പെട്ടിരിക്കുന്ന ഈ മണ്ണിൽ ഒരു ദൈവഭക്തന് അവൻ നിലനിൽക്കണമെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഉപവസിക്കുന്ന ദൈവ പൈതല് ഇന്ന് പകൽക്കാലം മടുത്തു പോകാതെ പ്രാർത്ഥന. നിന്നോട് സ്വർഗം പറയപ്പെട്ട, ദൈവത്തിന്റെ വചനം പറയപ്പെട്ട ദൈവിക വാഴ്ത്തങ്ങൾ നിന്റെ പ്രാർത്ഥന പറയും. അതിന്റെ മറുപടിയുമായി സ്വർഗത്തിന്റെ ദൂതന്മാരുടെ തെളിവാതിരികൾ തുറന്ന് അവന്റെ ദൂതന്മാർ നിന്റെ വിഷയത്തിന് മറുപടി നൽകുക. ദൈവവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി നൽകുക. എന്റെ ഭവനത്തിൽ ഇറങ്ങി വരുന്നതായ കാര്യം ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ തുലയ്ക്കാൻ തയ്യാറായത് വേഗത്തിൽ ഈ വചനത്തിലേക്ക് വരിക. ദൈവവചനത്തിന്റെ വാഴ്ത്തത്വം, പ്രവചനത്തിന്റെ സൂത്രം വായിച്ചപ്പോൾ ശിമിയോൻ ഒരു സംശയം നമ്മുടെ കൊണ്ട് തന്നെ, ഈ വാഴ്ത്തത്വം എന്തെയും നിറവേറുമോ എന്ന്. എന്നാൽ ശിമിയോനോട് പരിശുദ്ധാത്മാ പറയുന്നു, ഈ വാഴ്ത്തത്വം കാണാൻ എന്ത് ചെയ്തില്ല, എന്നെ മരണം തൊടത്തില്ല. യോബിന്റെ ചുറ്റും വേലി കിട്ടിയതുപോലെ തമ്പുരാൻ എന്ത് ചെയ്തു കാണും, പേടിച്ചിട്ടു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ആൺപൈതലായ ഒരുവൻ ജനിക്കുന്നുണ്ടെങ്കിൽ അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം, സമർപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ ആര് ചെയ്തിരുന്നു? ശിമിയോൻ എന്ന് പറയുന്ന ഈ ദൈവഭക്തൻ ചെയ്തിരുന്നു. ഈ ശുശ്രൂഷ ചെയ്യുക മാത്രമല്ല, അവന് വലിയൊരു ദൗത്യം ഉണ്ടായിരുന്നു. എന്താണ്? ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി വെന്തിരുന്നിരുന്നു. അവൻ കാത്തിരിക്കും കൂടെ ചെയ്തിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, മറിയയുടെ ശുദ്ധീകരണകാലം കഴിഞ്ഞതിന് ശേഷം യോസഫും മറിയയും യേശു കുഞ്ഞിനെ എന്ത് ചെയ്തു? അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അവൻ ഈ ദേവാലയത്തിന്റെ അടുക്കൽ, ശിമിയോന്റെ അടുക്കൽ കൊണ്ടുവരുവാനിടയായത്. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവൻ ശിമിയോന്റെ കൈകളിൽ അവൻ യേശു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ
ആമേൻ. അവന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നാളുകൾക്ക് മുമ്പ് നീ ദേവാലയത്തിന്റെ ഉള്ളറയിൽ ഇരുന്നുകൊണ്ട് ന്യായപ്രമാണം വായിച്ചപ്പോൾ ആമേൻ ചില പ്രവചനങ്ങൾ നിനക്ക് വായിക്കപ്പെടുവാനിടയായി തീർന്നപ്പോൾ ആമേൻ അതിന്റെ ഹൃദയത്തിൽ ഒരു സംശയം മുളവിട്ടുവാനിടയായി തീർന്നു. ഓർമ്മപ്പോഴിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വാഗ്ദത്തം കാണാൻ എന്ത് ചെയ്യത്തില്ല, മരണം നിന്നെ തൊടുകയില്ലെന്ന്. എന്നാൽ ശിമയോൻ തിരിഞ്ഞു നോക്കി, ഒരു തിരശ്ശീലം മാത്രം അവന് കാണാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, അന്ന് ശിമയോൻ കേട്ടത് കാതുകൊണ്ടൊരു വാഗ്ദത്തം കേട്ടു, ആ ഒരു ദൈവ ശബ്ദം കേൾക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് ദൈവവചനം, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ പകൽക്കാലത്തിന്റെ കാതുകളോട് ചില സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പകൽക്കാലം നിറവേറുക. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ദൂതന്മാരുമായി അകത്തളകൾ ഇറങ്ങി വന്നിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രതികൂലമായി നിൽക്കുന്ന, നിനക്ക് വേണ്ടി അതിൽ പ്രതികൂലമായി നിൽക്കുന്ന ചില തലങ്ങളെ എന്റെ കർത്താവ് അവന്റെ ദൂതന്മാരുമായി ഇറങ്ങി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇതിന്റെ അവസരത്തിൽ വ്യാപരിക്കപ്പെടുവാൻ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കണം. പറയുന്ന യഹൂദ രാജാവ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അവൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് വെറുതെയല്ല, അവനോടുകൂടെ യഹോവയുണ്ടായിരുന്നു. യഹോവയുടെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. നല്ല രാജവസ്ത്രം ധരിച്ചിട്ടുണ്ട്, അരിയിൽ വാള് കിടപ്പുണ്ട്. ആമേൻ. അവൻ എന്ത് ചെയ്തു? വാളൊരു യുദ്ധം ചെയ്തോ? ഉപവസിക്കുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നമ്മൾ ഈ തലത്തിൽ വരികയാണെങ്കിൽ നമ്മളെപ്പം വാളുയർന്ന് ചോദിച്ചാൽ മതി. പ്രൈസ്തലോ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ യഹോശഫാത്ത് അവിടെ ചെയ്തത്, ആമേൻ, ശത്രു സൈന്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ വാൾ ഊരിയെടുക്കാതെ ഇസ്രായേലിന്റെ പരിപാലകനാകുന്ന ദൈവത്തെ പാടി സ്തുതിപ്പാനിടയായി തീർന്നപ്പോ അവൻ തമ്പുരാന്റെ സ്വർഗം തുറന്ന് ആമേൻ അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ചില പതിയിരുപ്പുകാരെ തമ്പുരാൻ വരുത്തിയെങ്കിൽ വാഴ്ത്തം പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, അവൻ ശത്രുവിന്റെ മുമ്പിൽ പോയി നിന്നാലോ നിങ്ങൾക്ക് വേണ്ടി തുറക്കമൊരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ശുഭ പ്രാപിച്ച ദൈവവൈദ്യ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആളുകൾ തലിപ്പിച്ചത് കർത്താവിനെ സ്തുതിക്കപ്പെടാനിടയായി തീരണം. ഈ പകൽക്കാലം നീ മൗനമായി ഇരിക്കരുതോ, മൗനതയോട് ഇരിക്കാതോ, ആ കരങ്ങളൊന്ന് തട്ടി നിന്റെ വ്യക്തിഗതത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ആളുകൾ തലിപ്പിച്ചുകൊണ്ട് ആ ദൈവത്തോട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ട, ആ ദൈവത്തിന്റെ നാമത്തിൽ ഉയർത്തിക്കാട്ട, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ സ്തുതിസ്തോത്രത്തിൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം എന്റെ ജനത്തിന് മേല പരിശുദ്ധാത്മാവ് ഇറക്കിക്കൊണ്ടുവരികയാ. ഒരു ദൈവിക അഭിഷേകം ഈ ആലയത്തിന്റെ ദൈവാത്മാ ഭയങ്കര തുടരുകയാണ്. എല്ലാവരെയും ഏൽപ്പിച്ചുകൊടുത്താട്ട, അല്പസമയം എല്ലാവരും ഏൽപ്പിച്ചുകൊടുത്താട്ട, എല്ലാ ഘട്ടങ്ങളെ ദൈവത്തോടെ ആത്മാവിന്റെ പകൽക്കാലം വലിയൊരു വിടുതലിന്റെ വ്യാപരിക്കുകയാണ്. ദൈവസഭയോട് പറയുന്നു, ആലയത്തിന്റെ ഉള്ളവരെ ഭിന്നത വരുത്തുന്ന ചില ലോകത്തിന്റെ അന്തരാള ശക്തികളെ ദൈവസഭ ഉണർന്നെന്നുള്ള പ്രാർത്ഥിച്ച് അവനെ ഒട്ടിക്കളവൻ സഭ ഉണരുന്നുവെങ്കിൽ അവൻ മണിപ്പിച്ചറിയുന്ന സ്ഥലങ്ങളുടെ മേൽ വാഴ്ത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ആലയത്തിന്റെ മേൽ നിറവേറുകയാണ്. പരിശുദ്ധാത്മ വ്യക്തമായി വലവിച്ചിട്ടുണ്ട്, വ്യക്തമായി വലവിച്ചാൽ വെളിപ്പാട് വിളിച്ചു യേശുവിന്റെ രക്തത്താൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മടങ്ങി വരാം. ആമേൻ. യേശു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിമയോൻ ശാലിൽ ഓർക്കുന്നൊരു കാര്യമുണ്ട്. നാളുകൾക്ക് മുമ്പ് ഞാൻ കാതുകൊണ്ട് കേട്ട വാക്ക് ശിമയോൻ പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. സ്വതന്ത്രം ഞാൻ ആത്മാർത്ഥമായി സ്തുതിക്കപ്പെടുന്ന കാരണം ശിമയോൻ പറയുന്നുണ്ട്, എന്റെ രക്ഷയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഉപവസിക്കുന്ന ദൈവവൈദ്യനോട് പറയുന്നു, ദൈവവചനം നിന്നോട് പറയപ്പെട്ടിരിക്കുന്ന ദൈവിക വചനം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ സ്തുതിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു. അവൻ നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ വിടുതലുകൾ അവൻ നിന്റെ കണ്ണുകൊണ്ട് കാണപ്പെടാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ് അവൻ ചില വിടുതലുകൾ നിന്റെ കാതുകളോട് കേൾക്കപ്പെട്ടിരിക്കുന്ന ചില ദൈവിക പ്രവചനത്തിന്റെ ദൂതികൾ, ചില വാഴ്ത്തത്തക്ക ദൈവത്തിന്റെ പൈതല് വചനം പറയുന്നു. ശിമയോൻ ആ വാഴ്ത്തത്തെ അവനെ കണ്ടുകൊണ്ട് കാണാനിടയായി തീർന്നുവെങ്കിൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനമേ,
എന്റെ തലമുറയുടെ പറയപ്പെട്ടിരിക്കുന്ന, എന്റെ കുടുംബത്തിന് മേൽ പറയപ്പെട്ടിരിക്കുന്ന, എന്റെ സുഹൃത്തിന് മേൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവിക വാഴ്ചകൾ ഇന്ന് പകർക്കാതെ കണ്ടുമുമ്പിൽ അത് വെളിപ്പെടുത്തി തരുവാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശിവയുടെ 3 തലത്തിലുള്ള വിടുതൽ സംഭവിക്കും. ഒന്ന് കാതുകൊണ്ട് കേട്ട ദൈവത്തിന്റെ വചനം അവനെ കണ്ടുകൊണ്ട് അവൻ കാണാനിടയായി. രണ്ടാമതായി അവിടെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തന്നൊരു കാര്യം, ഒന്ന് കണ്ടുകൊണ്ട് കാണുക മാത്രമല്ല, 2 അവന്റെ കൈ കൊണ്ട് അവൻ ആ വാഴ്ത്തത്തെ ഈ മരുഭൂമിയിൽ ഒരു ഉപജീവനത്തിനായി വളർന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് ഞാൻ വിളിച്ചു, ഒരു നന്മയ്ക്ക് വേണ്ടി പലർ കാക്ഷിക്കുന്നെങ്കിൽ, അവനൊരു വിടുതലിന് വേണ്ടി കാക്ഷിക്കുന്നെങ്കിൽ, അവന് ഒരു വിടുതലിന് വേണ്ടി കാക്ഷിക്കുന്നെങ്കിൽ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് വാഴ്ത്ത തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൈതലിനോട് ഞാൻ വിളിച്ചു പറയുന്നു, വാസ്തവമായി ആ യേശുവിനെ അവൻ ശിവയോൻ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വാഴ്ത്തപ്പെടാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ദൈവവും ആവശ്യ ദൈവ പൈതലിന്റെ ചില നന്മകളെ, ചില വിടുതലുകളെ അവൻ ലഭിക്കുകയില്ല എന്ന് ശത്രു പുറംതിരിച്ച് പറയുമ്പോൾ ദൈവവും ആവശ്യ ദൈവത്തിന്റെ പൈതൽ പറയണം, അവന്റെ രക്തത്താലിന്റെ കാലുകളിൽ വിലക്ക് വാങ്ങിയതാ, അവന്റെ രക്തത്താലിന് വിലക്ക് വാങ്ങിയതുകൊണ്ട് അവന്റെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിന് എന്നെ ഇന്ന് പകൽക്കാലം നടത്തപ്പെടുകയാണ്. ആ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വെற்றிയും തൊടുവാനോ ഭിന്നതകൾ വരുത്താൻ ഇടവരുത്തുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി. പിന്നെ ഈ ദൈവാത്മാവ് ദൈവജനത്തോട് ഭിന്നതകളെ വരുത്തുന്ന എല്ലാ സ്ഥലങ്ങളെയും ദൈവസഭ ഉണർന്നിരുന്നുകൊണ്ട് വെട്ടിക്കളയാൻ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികൾ ഇതിന്റെ അകത്തലങ്ങൾ ചെയ്തു, ചില പ്രവർത്തികൾ ചെയ്തെടുക്കാൻ പോകുന്നു, ചില വാഴ്ത്തങ്ങൾ ദൈവജനത്തിന്റെ മേൽ നിറവേറുവാൻ വേഗത്തിൽ 3ാമത്തെ തലത്തിലേക്ക് വരും. അവൻ കാതുകൊണ്ട് കേട്ട ദൈവിക വാഴ്ത്ത അവന്റെ ശരീരം കൊണ്ട് അനുഭവിച്ചു. ആ യേശുവിനെ അവൻ മാറോടിച്ചു. അവൻ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോയതിനു ശേഷം അതിന്റെ കാര്യസ്ഥൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇടയിലേക്ക് ഐക്യപ്പെടുവാനിടയായി ആ അഭിഷേകം പ്രാപിക്കാൻ, ആ പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം പ്രാപിപ്പാൻ ഈ പകൽക്കാലം ദൈവജനം എല്ലാവരും അല്പസമയം മുട്ടുമേലിരുന്നുകൊണ്ട് സമർപ്പിച്ചാണ്. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ആ കാൽവറിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, എന്റെ പാപത്തിന് വേണ്ടി, എന്റെ മരണത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ പ്രമാണങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാകുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ മറുപടിയാൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ യേശു വ്യക്തമായി പറയുന്നു, ഈ പകൽക്കാലം നിന്റെ കുടുംബത്തോട് പറയപ്പെട്ടത്, നിന്റെ തലമുറയോട് പറയപ്പെട്ടത്, നിന്റെ ജീവിത സ്ഥലത്തോട് പറയപ്പെട്ടത് അവൻ ശിവയോന്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തി കൊടുക്കുക, ആ വാഴ്ത്തത്തിന് മറുപടി അവന് കാണിച്ചു കൊടുക്കാൻ ഇടവന്നുവെങ്കിൽ ഈ പകൽക്കാലം ദൈവകരവും പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ അനേകം നാളുകളിൽ അഭിഷേകം പ്രാപിക്കാൻ കഴിയാതെ, ഒരു ദൈവാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ കഴിയാതെ പലപ്പോഴും അടുത്തിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്ന ചില വരണ്ട് കിടക്കുന്ന അവസ്ഥകളുടെ മേൽ ഈ പകൽക്കാലം സഭയുടെ ഉണരയിൽ ഒരു ആത്മീയ ഉണർവ്, ഒരു അഭിഷേകത്തിന്റെ തീയിറങ്ങുക, ദൈവാത്മാവിന്റെ വലിയൊരു തീയിറങ്ങുക, എന്റെ ജനത്തിന് വലിയൊരു അഭിഷേകം ഇറങ്ങുക, ദൈവത്തിന്റെ ദാസന്മാരെ അതിവേറെ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
Hallelujah.